ഹാൻസ്, അവിടെ വിവിധ രീതികളിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട്. JCDAയുടെ പ്രതികരണം നമ്മൾ കേട്ടു. അവരുടെ വാർത്താക്കുറിപ്പ് ഏത് സമയം പ്രതീക്ഷിക്കാം? ഫോറൻസിക് വകുപ്പിന്റെ പരിശോധന അവിടെ നടക്കുന്നുണ്ടെന്ന് മനസ്സിലാകുന്നു. എങ്ങനെ പോകുന്നു അവിടുത്തെ പരിശോധനകളും മറ്റ് നടപടിക്രമങ്ങളും? സേതുലക്ഷ്മി, ഇപ്പോൾ സമയം ഏകദേശം 11:30 മണിയോട് അടുക്കുകയാണ്. അല്പസമയം മുമ്പ് GCDA ചെയർമാൻ K. ചന്ദ്രൻപിള്ള നമ്മളോട് വ്യക്തമാക്കിയതുപോലെ തന്നെ ഉച്ചയ്ക്ക് മുൻപ് തന്നെ വാർത്താക്കുറിപ്പ് മാധ്യമങ്ങൾക്ക് ലഭിക്കുമെന്നാണ് നമ്മളുടെ പ്രതീക്ഷ. അതിനോടൊപ്പം തന്നെ ചന്ദ്രൻപിള്ള പറഞ്ഞ മറ്റൊരു കാര്യം, അവർക്ക് വ്യക്തിപരമായി അല്ലെങ്കിൽ GCDAക്ക് മാത്രമായി ഒരു വാർത്താക്കുറിപ്പ് ഇറക്കാൻ കഴിയില്ല. പോലീസിനോടും മറ്റ് അധികാരികളോടും സംഭവത്തിൻ്റെ വിശദാംശങ്ങൾ തേടിയതിനു ശേഷം മാത്രമേ വാർത്താക്കുറിപ്പ് തയ്യാറാക്കാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് നൽകാൻ കഴിയുകയുള്ളൂ എന്ന് GCDA ചെയർമാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് കമ്മീഷണർ അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിച്ച് വിശദാംശങ്ങൾ തേടിയതിനു ശേഷമായിരിക്കും വിശദമായ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കുക. അതിനോടൊപ്പം തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട സുരക്ഷാ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ, അതിനോടൊപ്പം തന്നെ ക്യാമറ, മറ്റ് സജ്ജീകരണങ്ങൾ, ഇതുകൂടാതെ തന്നെ പിച്ചിന്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പിച്ചിന് ഏതെങ്കിലും തരത്തിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള എല്ലാ രേഖകളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എല്ലാ വിവരങ്ങളും ശേഖരിച്ചതിന് ശേഷം മാത്രമായിരിക്കും GCDAയുടെ ഭാഗത്തുനിന്ന് ഒരു സമഗ്രമായ വാർത്താക്കുറിപ്പ് ലഭിക്കാൻ സാധിക്കും. അത്തരത്തിലുള്ളൊരു വിവരം തന്നെയാണ് നേരത്തെ GCDA ചെയർമാൻ വ്യക്തമാക്കിയത്. അതിനോടൊപ്പം തന്നെ നിലവിൽ പാലാരിവട്ടം പോലീസ്, നേരത്തെ സേതുലക്ഷ്മി അടക്കം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രശ്നത്തിൽ, ഈ സംഭവത്തിൽ പാലാരിവട്ടം പോലീസ് സംഘാടകർക്കെതിരെ കേസെടുത്തിരുന്നു. ഇപ്പോൾ പാലാരിവട്ടം പോലീസിൻ്റെയും ഫോറൻസിക്കിൻ്റെയും സംഘം ഇപ്പോൾ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പാലാരിവട്ടം പോലീസിൽ സ്റ്റേഷനിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ സ്റ്റേജിന് സമീപം പരിശോധനകൾ നടത്തുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഫോറൻസിക് സംഘം, നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വരാം, ഫോറൻസിക് സംഘം അവരുടെ പരിശോധനകൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ട രേഖകൾ എടുത്തതിന് ശേഷം ഇപ്പോൾ കാത്തിരിക്കുകയാണ്. മറ്റ് വിശദാംശങ്ങളും അവർ ഇപ്പോൾ പരിശോധിക്കും. നമുക്ക് അവരോട് തന്നെ പ്രതികരണങ്ങൾ തേടാം. മാഡം, ഇപ്പോൾ എന്തെങ്കിലും വിവരങ്ങൾ സ്വീകരിച്ചോ, എടുത്തോ? എന്തെങ്കിലും വിവരങ്ങൾ എടുത്തു? അത് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിക്കണാണ്. ഇപ്പം അല്ല, അത്യാവശ്യം വേണ്ട വിശദാംശങ്ങൾ എടുത്തോ? എന്തെങ്കിലും ഇല്ല, തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അപ്പം അദ്ദേഹം വ്യക്തമാക്കിയതുപോലെ തന്നെ ഫോറൻസിക് സംഘം വിശദാംശങ്ങൾ, അവർക്ക് വേണ്ട വിവരങ്ങൾ എടുക്കാൻ പോവുകയുള്ളൂ. കാരണം അല്പസമയം ആയിട്ടുള്ളൂ അവർ ഇവിടെ എത്തിച്ചേർന്നിട്ട്. ഇതിനുശേഷം ഫോറൻസിക് സംഘം രേഖകൾ അല്ലെങ്കിൽ ഇവിടെ നിന്നുള്ള മറ്റ് വിശദാംശങ്ങൾ സ്വീകരിച്ചതിന് ശേഷം ഔദ്യോഗികമായി ഉദ്യോഗസ്ഥർ തന്നെ പ്രതികരിക്കും എന്നാണ് നമ്മളോടിപ്പോൾ വ്യക്തമാക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ അല്പസമയത്തിനകം GCDAയുടെ വാർത്താക്കുറിപ്പും പുറത്തുവരുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഹാൻസ്, നേരത്തെ ഈ പൊതുമരാമത്ത് വകുപ്പിന്റെ പരിശോധനയും അവിടെ നടന്നിരുന്നില്ല, അത് പൂർത്തിയായോ? സേതുലക്ഷ്മി, അല്പസമയം മുൻപ് വരെ GCDA ഉദ്യോഗസ്ഥർ മാത്രമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. GCDA ഉദ്യോഗസ്ഥരും പോലീസും മാത്രമാണ് ഇതിനോടകം ഇവിടെ എത്തിയിട്ടുള്ളൂ. പൊതുമരാമത്ത് വകുപ്പിൻ്റെ ഔദ്യോഗിക അധികൃതർ ആരും തന്നെ ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല. സ്വാഭാവികമായിട്ടും പൊതുമരാമത്ത് വകുപ്പിനേക്കാളുപരി LSTD, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഭാഗത്ത്, തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ കീഴിലുള്ളതായതിനാൽ GCDA ആയിരിക്കും വകുപ്പിന് അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുക. അത് എന്തായാലും പോലീസിന്റെയും മറ്റ് അധികാരികളുടെയും വിവരങ്ങൾ ലഭിച്ചതിന് ശേഷമായിരിക്കും. ശരി ഹാൻസ്, വ്യക്തമാണ്.